നിന്നേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ എനിക്ക്. ഞാൻ കെട്ടാടി നിന്നെ, നീ സമ്മതിക്ക്. അമ്പലത്തിൽ നിന്ന് ഇലച്ചേന്തിൽ കിട്ടിയ പ്രസാദവുമായി വീട്ടിലേക്കുള്ള വഴി തിരിയാനൊരുങ്ങിയ അമ്മു തനിക്ക് പുറകിൽ നിന്ന് കേട്ട ആ സംസാരത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടു 3.5 വയസ്സുകാരി മകളെയും തോളിലേറ്റി ചിരിയോടെ നിൽക്കുന്ന അനീഷിനെ. വെറും 10 വയസ്സിന്റെ കാര്യം മാത്രം പറയാതെ അനിയേട്ട, കെട്ടിയാൽ ഒരു കൊച്ചും കൂടി സൗജന്യമെന്ന് ചേർക്കതിനൊപ്പം, മുഖം നിറയുന്ന ചിരിയോടെ പറയുന്നതിനൊപ്പം കയ്യിലെ ഇലച്ചീന്തിൽ നിന്ന് ഇത്തിരി ചന്ദനമെടുത്ത് അനീഷിന്റെ തോളിലിരിക്കുന്ന ചക്കിമോളുടെ നെറ്റിയിൽ തൊട്ടു അമ്മു. ഇന്നും പെണ്ണ് കാണലാണ് ഉണ്ടല്ലേ? ഇതെങ്കിലും നടക്കൂ അമ്മു. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര പേരുടെ മുന്നിലാ ചെന്നിങ്ങനെ നിന്നു കൊടുക്കുന്നത്? അമ്മുവിൻ്റെ മുഖത്തെ ചിരി മങ്ങിപ്പോയി. അനീഷിൻ്റെ ഓരോ ചോദ്യത്തിനും മറുപടി ഒന്നും പറയാതെ അനീഷിൽ നിന്ന് മുഖം തിരിച്ച അമ്മു വേഗം തൻ്റെ വീടിൻ്റെ നേർക്ക് നടന്നതും അവൾ പോകുന്നത് വേദനയോടെ നോക്കി തിരിഞ്ഞു നടന്നു അനീഷ്. 3 സഹോദരന്മാരുടെ ഏക സഹോദരിയാണ് 27-കാരിയായ അമ്മു. കുടുംബവും ജോലിയുമൊക്കെയായി ദൂരസ്ഥലങ്ങളിലേക്ക് സഹോദരന്മാർ താമസം മാറിപ്പോയപ്പോൾ അമ്മയെയും തറവാടിനെയും നോക്കാൻ ഒരാളായി മാറിയിരുന്നു അമ്മു അവർക്ക്. വാദത്തിൻ്റെയും ഒപ്പം ശ്വാസമുട്ടിൻ്റെയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മയെ നോക്കാൻ ഏട്ടന്മാരുടെ ഭാര്യമാർക്ക് വയ്യ. അമ്മുവിന് വരുന്ന ഓരോ ആലോചനയും ഓരോ കാരണങ്ങൾ കണ്ടെത്തി മുടക്കുന്നത് അവളുടെ ഏട്ടന്മാർ തന്നെയാണ്. അത് അമ്മുവിന് അറിയില്ലെന്ന് മാത്രം. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ചിന്തിച്ചുകൊണ്ട് അനീഷ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവളുടെ വീടിനുള്ളിലേക്ക് കയറിയിരുന്നു അമ്മു. ആരായിരുന്നു അമ്മു വഴിയിൽ? നീ സംസാരിച്ച് നിൽക്കുന്ന കണ്ടല്ലോ. ഒന്നും അറിയാത്ത പോലെ വന്ന് സംസാരിക്കുന്ന മൂത്തേട്ടൻ്റെ ഭാര്യയാണ്. വൈകുന്നേരം മടങ്ങുമ്പോൾ കൊണ്ടുപോകാനുള്ള തേങ്ങയും മറ്റ് സാധനങ്ങളുമെല്ലാം എടുത്തൊതുക്കി വെക്കുകയാണവർ. അവരുടെ പ്രവൃത്തി അല്പനേരം നോക്കി നിന്ന് അമ്മു കണ്ടു. അവരോടൊപ്പം തന്നെ വീടിനകത്തും പുറത്തുമായി നിന്ന് ഓരോന്നായി പെറുക്കിക്കൊണ്ട് പോവാൻ ശേഖരിക്കുന്ന മറ്റു 2 ഏട്ടത്തി അമ്മമാരെയും അവരെ അതിന് സഹായിക്കുന്ന തൻ്റെ ഏട്ടന്മാരെയും. സത്യം പറഞ്ഞാൽ തന്നെ പെണ്ണുകാണലിൻ്റെ പേരിൽ അവരിവിടേക്ക് വരുന്നത് ഈ കെട്ടിപ്പറക്കൽ നല്ലേന്ന് ഓർത്തൊരു പരിഹാസച്ചിരി അമ്മുവിൻ്റെ ചുണ്ടിലും തെളിഞ്ഞു. നീ എന്താടി പെണ്ണെ ഒന്നും മിണ്ടാത്തത്? ആരായിരുന്നു വഴിയിൽ? അമ്മുവിൻ്റെ ആലോചനയോടുള്ള നിൽപ്പ് കണ്ട് അവളുടെ കയ്യിലൊന്ന് തട്ടി ഏട്ടത്തിയമ്മ. അത് അനീഷേട്ടനായിരുന്നു. ചക്കിമോള് കരഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. ആ ചെക്കൻ്റെ ഒരു കാര്യം കഷ്ടം തന്നെയാണ്. ഒരു കല്യാണം കഴിച്ച് കൊച്ചൊന്നായതും പ്രസവിച്ച് 28 തികയാൻ നിൽക്കാതെ അവനെയും ആ പൊടിക്കുഞ്ഞിനെയും കളഞ്ഞവൻ്റെ ഭാര്യ മുൻ കാമുകൻ്റെ കൂടെ പോയെന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ഒരാശ്ചര്യത്തോടെ പറയുന്ന മൂത്തയേട്ടത്തെയും അതിന് പിന്താങ്ങി സംസാരിക്കുന്ന മറ്റുള്ളവരെയും വെറുതെ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ അമ്മു ഓർത്തത് അനീഷിനെയാണ്. വിവാഹശേഷവും അവളുടെ മനസ്സിൽ അയാളായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വിഡ്ഢിവേഷം കെട്ടിയാടില്ലായിരുന്നുവെന്ന് കണ്ണീരോട് കരഞ്ഞു പറഞ്ഞ അനീഷിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും ഒരു നീറ്റൽ പിടഞ്ഞവളിൽ. എൻ്റെ അമ്മുവേ, ഒന്ന് കണ്ണെഴുതി പൊട്ടുവിട്ടൂടെ നിനക്ക്? ഒന്നുമല്ലെങ്കിലും ഈ നടക്കുന്നത് നിന്റെ പെണ്ണ് കാണലല്ലേ മോളെ? ഇതെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത മംഗല്യയോഗം നിനക്ക് 38 വയസ്സിലാ. കൊല്ലം എത്ര കഴിയണം അതിന്? നന്നായിട്ടൊന്ന് ഒരുങ്ങി നിന്നേ നീ. അമ്പലത്തിലേക്ക് പോയി വന്ന വേഷത്തോടെ നിൽക്കുന്ന അമ്മുവിനെ സ്നേഹത്തോടെ ശാസിച്ച് വീടിനകത്തേക്ക് പറഞ്ഞയക്കുന്ന തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ നോക്കി നിന്നു 2 അനിയന്മാരും. അവർക്കറിയാം എന്തെങ്കിലും കാരണം കണ്ടെത്തി ഈ വരുന്ന ആലോചനയും ആദ്യം മുടക്കുന്ന ഈ ഏട്ടൻ തന്നെയാവുമെന്ന്. അമ്മു തറവാട്ടിൽ തന്നെ വേണമെന്ന് അവളെക്കാളും അധികം നിർബന്ധം ഏട്ടനാണ്. വീടിനെയും പറമ്പിനെയും അമ്മയെ നോക്കാൻ അവളെക്കാൾ നല്ലൊരു ജോലിക്കാരി അയാൾക്ക് വേറെ കിട്ടാനില്ലല്ലോ. ആളും ബലവും നിറഞ്ഞ പെണ്ണ് കാണലിനൊടുവിൽ വന്ന ചെക്കനും കൂട്ടരും ഈ ബന്ധം ശരിയാവില്ലെന്ന് പറഞ്ഞിറങ്ങിയതോടെ കല്യാണം മുടക്കാൻ കാരണങ്ങൾ നിർത്തിക്കൊണ്ടിരുന്നവർ നിശബ്ദരായി ഒരിടത്തായി ചെന്നിരുന്നു. ഇനി എന്താ അമ്മ ചെയ്യുക? ഈ ആലോചനയും നടക്കില്ല. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മുവിന് വയസ്സ് 27 തികയുകയും ചെയ്യും. പിന്നൊരു കല്യാണയോഗം 38-ലാണ് ഇവൾക്ക്. അതിനിനിയും 10 കൊല്ലം കഴിയണം. എന്താ ചെയ്യേണ്ടതിനി? സങ്കടവും നിരാശയും ശബ്ദത്തിൽ ആവോളം കലർത്തി ചോദിക്കുന്ന തൻ്റെ മകനെ അല്പനേരം വെറുതെ നോക്കി നിന്നു അമ്മ. എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചില്ലേ? ഇതൊക്കെ ഓരോ യോഗമാണ്. അവളുടെ യോഗം എന്താണോ അതേപോലെ നടക്കും കാര്യങ്ങൾ. നിങ്ങൾ ഇവിടെ നിന്നിന് സമയം കളയാതെ പോകാൻ നോക്ക്. ബാക്കിയെല്ലാം വരും പോലെ വരും. 3 ആൺമക്കളെയും നോക്കി പറഞ്ഞമ്മ അകത്തേക്ക് നടന്നതും അമ്മയ്ക്ക് പിന്നാലെ ചെന്നു അമ്മുവും. ഒരാഴ്ച കഴിഞ്ഞൊരു ദിവസം വീട്ടുമുറ്റത്തേക്ക് ഒന്നിനു പിറകെ ഒന്നായി 3 വണ്ടികൾ പാഞ്ഞു വന്ന് നിൽക്കുന്നത് കണ്ടതും ഉമ്മർ തന്നെ ഉണ്ടായിരുന്ന അമ്മ കാറിൽ നിന്നിറങ്ങി ഓടിയെത്തിയതുപോലെ തനിക്ക് മുമ്പിൽ നിറഞ്ഞിൽക്കുന്ന ആൺമക്കളെയും ഭാര്യമാരെയും ചുണ്ടിലെ പുഞ്ചിരിമായത് നോക്കിയമ്മ. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു കുട്ടിയുള്ള 2ാം കെട്ടുകാരനെ മാത്രമേ കണ്ടുള്ളൂ അമ്മ? ദേഷ്യത്തിൽ വിറച്ചു ചോദിക്കുന്ന മൂത്ത മകൻ. അനീഷ് നേരത്തെ വിവാഹം കഴിച്ചത് കൊണ്ട് അവനൊരു കുട്ടിയുണ്ടായി. നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ നേരത്തിന് കെട്ടിക്കാത്തത് കൊണ്ട് അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇതിലെവിടെയാണ് അനീഷിന് കുറ്റം? എനിക്കെൻ്റെ മകളെ 38 വയസ്സ് വരെ ഇവിടെ കെട്ടാപ്പെണ്ണായി ഇരുത്താൻ സമ്മതമല്ലായിരുന്നു. അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നൊരുവന് ഞാൻ അവളെ കെട്ടിച്ചു കൊടുത്തു. എൻ്റെ കടമയും കഴിഞ്ഞു, നിങ്ങളുടെ ഭാരവും ഒഴിഞ്ഞു. പിന്നെന്താ? കൂസൽ ഏതുമില്ലാതെ ചോദിക്കുന്ന അമ്മയ്ക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ മൂരി നിൽക്കുമ്പോൾ അനീഷിനൊപ്പം
വീടിനകത്ത് നിന്ന് ഇറങ്ങി വന്നു അമ്മു. അമ്മുവിൻ്റെ അഴിഞ്ഞൊളിഞ്ഞു പോയ സാരിയും നെറ്റിയിലെ പരന്ന സിന്ദൂരവും അവളിലെ പെണ്ണിൻ്റെ ഭാര്യയിലേക്കുള്ള മാറ്റം വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു. കെട്ടിക്കേറി നേരത്തോട് നേരം തികയും മുമ്പ് അവൻ്റെ കൂടെ കിടക്കാനാണ് അവൾക്ക് തിരക്ക്. അമ്മുവിനെയാകെ ഒഴിഞ്ഞു നോക്കി വെറുപ്പോടെ മൂത്ത എഴുതിയമ്മ പറഞ്ഞതും അവളെ നെഞ്ചിലേക്ക് ചേർത്തവരുടെ മുമ്പിൽ വന്ന് നിന്നു അനീഷ്. അത് നിങ്ങൾ പറഞ്ഞ സത്യമാണ് കേട്ടോ. ഞാനൊരു പെണ്ണിനെ അറിഞ്ഞിട്ട് വർഷങ്ങളായി. ഇവളാണെങ്കിൽ ഇത്രയും വർഷങ്ങളായി ആണെന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ കിട്ടിയ നേരം കൊണ്ട് ഞങ്ങളതൊന്ന് പരസ്പരം അറിഞ്ഞ് പങ്കുവെക്കുകയായിരുന്നു. ബുദ്ധിമുട്ടുണ്ടോ എഴുതിയമ്മയ്ക്ക്? പുറകിൽ നിൽക്കുന്ന അമ്മ കേൾക്കില്ലെന്ന് ഉറപ്പിച്ച് ശബ്ദം കുറച്ചവൻ ചോദിച്ചതും വിളറി വെളുത്തു എല്ലാവരും. കൂടുതൽ സംസാരത്തിലൊന്നും നിൽക്കാതെ കയ്യിൽ കിട്ടിയ സാധനങ്ങളും പെറുക്കി തങ്ങൾ വന്ന വാഹനങ്ങളിലേക്ക് തിരികെ കയറാനൊരുങ്ങിയ സഹോദരങ്ങളുടെ മുമ്പിലേക്ക് ചെന്നമ്മു. അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ വരാം നിങ്ങൾക്കിനി ഇങ്ങോട്ട്. അതല്ലാതെ ഇനി വീട്ടിലേക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാരിക്കൊണ്ട് പോകുമെന്ന് കരുതി വരരുതാരും. നിങ്ങൾക്കുള്ളതെല്ലാം തന്നതാണ്. നിങ്ങൾ ആദ്യമേ ചോദിച്ചു വാങ്ങി വിറ്റ് കളഞ്ഞതാ. ഇവിടെയുള്ളതെല്ലാം എൻ്റേത് മാത്രമാണ്. അമ്മയുടെ വീതം ഉൾപ്പെടെ എനിക്കാണ്. ഈ സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി എന്നെ ഇവിടെ കെട്ടാച്ചിറക്കാക്കി നിർക്കാൻ നോക്കിയതല്ലേ എല്ലാവരും കൂടി. ഇവിടെ നിന്നൊരു മൺതരി പോലും പതിയരുത് നിങ്ങളുടെ കാലിൽ. വാരിപ്പെറുക്കി അവരെടുത്ത സാധനങ്ങളിലേക്ക് നോട്ടമിട്ട് അമ്മു പറഞ്ഞതും ആകെ നാണം കെട്ട് പോയവർ കയ്യിലുള്ളതെല്ലാം തിരികെ ഇട്ട് വേഗത്തിൽ അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് വല്ലാത്തൊരു ആത്മനിർവൃത്തിയോടെ നോക്കി നിന്നു അമ്മുവും അനീഷും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്